சத்தியத்தை நான் சொல்லவா സോ ഹായ് ഗൈസ്, ഉടൻ ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ ഒരു സാധനമായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുതിയൊരു മൈക്ക് എടുത്തതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയേക്കാം. നല്ലൊരു മൈക്കാണ്, DJയുടെ മൈക്ക് മിനി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇത് മേടിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ ഉപയോഗിച്ചെന്ന് വെച്ചാൽ മൈക്കെന്ന് വെച്ചാൽ നമുക്ക് ദൂരത്തേക്ക് പോകുമ്പോഴും ആ സൗണ്ട് അതുപോലെ തന്നെ കിട്ടണമല്ലോ. അപ്പോൾ എൻ്റെ മൈക്ക് അവിടെ മാത്രമാണ് വെച്ചത്, നേരത്തെ മൈക്ക്. അപ്പോൾ അത് കാരണം ആ ഓഡിയോ ക്വാളിറ്റിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി അടിപൊളിയാണ്. നമുക്ക് ഒരു 10 മീറ്റർ ദൂരം വരെയൊക്കെ ഇരുന്നാലും മൈക്ക് നന്നായിട്ട് കേൾക്കാം. അതുപോലെ തന്നെ അത് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഇപ്പം അതിനൊരു ഫാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ഇവിടെ വെക്കാഞ്ഞത്, എല്ലാവരും ഇവിടെയാണ് സാധാരണ വെക്കാറ്. ഞാൻ ഇച്ചിരി വെറൈറ്റി ആളാണല്ലോ. വന്നിട്ടുണ്ട്. അതാരാണ് കൂടപ്പാടാന്ന് പറഞ്ഞത്? ഷാജിപ്പാപ്പനെ കാണിക്കാൻ നോക്കിയിട്ട് ഏതോ ലാട വൈദ്യനെ പോലെ ഇരിക്കുന്നു ഞാൻ. പൊടി പറക്കണ പൂരമായി തെറിയോട് തെറിയാണ് കമന്റ് ബോക്സ് ഫുള്ള്. ചിങ്കം ചീറും AR റഹ്മാനാ? AR റഹ്മാൻ എങ്ങോട്ട് വരാൻ? ചിങ്കൻ ചീറും AR റഹ്മാനെ വാ. മുട്ടൻ ഷാജി പാപ്പൻ ആടല്ലേ എരുമ? ആട് ഓടുന്നു കുടുക്കാൻ വേണ്ടിയായിട്ട്. നീ എന്തുവാടെ പാടുന്നേ? 4 വരിയും 400 തെറ്റും. ഞാൻ എൻ്റെ വീഡിയോയിൽ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന അൺവാണ്ട് ആപ്ലിക്കേഷൻ ലിങ്കിലൊന്നും കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പൈസ കളയരുതെന്ന്. പക്ഷെ അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യമുണ്ട്, നല്ല നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല നല്ല ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ പറയാറുണ്ട്. സോ ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, എങ്കിലും നിങ്ങൾക്ക് ആ ജെനുവിനിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഒവാൻറ്റിക്ക എന്ന് പറയുന്ന ഒരു സൈറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യണം. പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്. എനിക്ക് അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിനകത്ത് വല്ല കല്ലും മണ്ണൊക്കെ വെച്ച് അവർ അയച്ചു തരുമെന്ന്. ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യണമായിരുന്നു, അപ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ പക്കയാണ്. എന്നാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വരുന്നത്, അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്നുള്ളത്. കാരണം ഇതിനകത്ത് വേറെ വല്ല സാധനങ്ങൾ അയച്ചു തന്നാലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ അപ്പം തന്നെ റെക്കോർഡ് ചെയ്യായിരുന്നു. DTDC വഴിയാണ് എനിക്ക് കൂടുതൽ അയച്ചു തന്നത്. സോ കൂടുതൽ ഡയലോഗൊന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുവാണ്. നല്ല ബോക്സാണ് ഒവാൻറ്റിക്കയുടെ. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അവർ റിന്യൂഡ് ലൈക്ക് ന്യൂ. സോ ഇറ്റ്സ് എ റീഫർബിഷ് ഫോൺ. അതുകൊണ്ട് തന്നെ എൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ 100% തന്നെയാണ്. റീഫർബിഷ് ആയതുകൊണ്ട് പലർക്കും വിചാരം ഉണ്ടാകും ഇതിൽ കുറേ തട്ടിപ്പില്ലേ, സാധനങ്ങളൊക്കെ ഫേക്ക് ആയിരിക്കത്തില്ല, ഒറിജിനൽ തന്നെ ആയിരിക്കും. ആക്ച്വലി ഇത് ഒറിജിനൽ തന്നെയാണ്. അതായത് ഐഫോൺ റീഫർബിഷ് ഇറക്കുമ്പോൾ തന്നെ ഐഫോണിന്റെ സീരിയൽ നമ്പറിൽ വ്യത്യാസം വരാറുണ്ട്. അതുപോലെ തന്നെ വ്യത്യാസം ഇതിനകത്തുണ്ട്. അതിൻ്റെ ബില്ലും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ബോക്സ് ആണ്. നോക്കിയേ, ഒവാൻറ്റിക്ക അകത്ത് നല്ല ബോക്സ് ആണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു ചാർജർ തരുന്നുണ്ട്. നമ്മൾ പുതിയൊരു ഫോൺ മേടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ചാർജർ തരത്തില്ല. ഒരു ഒറിജിനൽ കേബിൾ അല്ല, പക്ഷേ ഇതൊരു C ടൈപ്പ് പുതിയ കേബിളാണ്. നോക്കാം അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു വാറണ്ടി കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ വാറണ്ടി അവർ തരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു അഡാപ്റ്റർ, ഇതും ഒറിജിനലാണെന്ന് തോന്നുന്നു, അറിയില്ല. നാണനും പുതിയ കവറൊക്കെ ഇട്ട് തന്നേക്കാണ് അവർ. കൊള്ളാം. പകുതി വിലയ്ക്ക് നമുക്ക് ഐഫോൺ കിട്ടും. iPhone 16 Pro Max 256GB പ്രൈസാണ് 75,000 എക്സ്ക്ലൂഡിങ് ഡെലിവറി ചാർജ്. പറ്റിക്കുമോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നുമില്ല. കാരണം ഇവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൂടി ഉണ്ട്. നമ്മൾ അഡ്വാൻസ് ഒരു 10% അടച്ചു കഴിഞ്ഞാൽ ഇവർ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യും. ബാക്കി പേയ്മെന്റ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി. നമ്മളേതായാലും ഫോൺ കണ്ടില്ല, നമുക്ക് ഫോൺ നോക്കാം. ഇപ്പോൾ പാക്കിങ് പക്കയാണ്. കാരണം ഈ പാക്കിങ്ങിൻ്റെ അകത്ത് തന്നെ, ഈ ബോക്സിനകത്ത് തന്നെ പഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് അവർ നല്ല ക്വാളിറ്റി ഉള്ളൊരു കവർ. ഇവർ 3 ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്: ഫെയർ, ഗുഡ്, സൂപ്പർബ്. സൂപ്പർബ് എന്ന് പറഞ്ഞാൽ അധികം സ്ക്രാച്ചുകളൊന്നും ഉണ്ടാവില്ല. ഗുഡ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്ക്രാച്ചുകൾ ഉണ്ടാവും. ഫെയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്ക്രാച്ചുകൾ ഉണ്ടാവും. ഒരു 15 മുതൽ 12 വരെ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാവും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതിൽ ഗുഡാണ് ഈ കണ്ടീഷൻ. ഇതിൽ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടോയെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇത് ഗുഡ് കണ്ടീഷനുള്ള ഫോണാണ്. നമുക്ക് എങ്ങനെയുണ്ട് ഗുഡ് കണ്ടീഷൻ നോക്കാം. ഓക്കെ, ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല. ഞാനത് ഗുഡ് കണ്ടീഷൻ എടുത്തിട്ട് തന്നെ ഇങ്ങനെ. അപ്പോൾ സൂപ്പർബ് എടുത്താനുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് ഞാൻ ആകപ്പാടെ കാണാൻ പറ്റുന്നില്ലല്ലേ. ഞാൻ ആകപ്പാടെ ഇതിനകത്ത് ഫൈൻഡ് ചെയ്തത് ഒരു സ്ക്രാച്ച് എന്ന് പറയാനായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഫോക്കസ് ആവുന്നില്ല, ഉണ്ടോ? അത് നിങ്ങൾ കാണത്തില്ല. ആ എഡ്ജിൽ
ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലത്തെ സാധനം. സ്ക്രാച്ച് എന്ന് പറയാനേ പറ്റത്തില്ല. ഇങ്ങനെ ഓൺ ചെയ്ത് നോക്കാം. യെസ്, നീറ്റ് കണ്ടീഷൻ. അപ്പോൾ സൂപ്പർബ് എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്ക്. ഗുഡ് കണ്ടീഷൻ എടുത്തിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ സൂപ്പർബ് എടുത്താനുള്ള അവസ്ഥ ആലോചിക്ക്. റീഫർബിഷ്ഡ് ഫോണിന് വേണ്ടി വേറെ കുറേ സൈറ്റുകളുണ്ട്, ക്യാഷിഫൈ ഒക്കെ. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ പിന്നെ അവസാനം ഒവാൻറ്റിക്കിൽ വന്നത്. ഒവാൻറ്റിക്ക് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരൊട്ടും ഫേക്ക് അല്ല എന്ന് മനസ്സിലായി. ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റാണ്. നോക്കൂ, നിങ്ങൾ വിചാരിക്കുന്നത് വേറെ പല തട്ടിപ്പുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ ഈ ഫോൺ എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡെലിവറി ഏജൻറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. ബോക്സ് അപ്പം തന്നെ ഓപ്പൺ ചെയ്ത് ഫുള്ളൊന്ന് റെക്കോർഡ് ചെയ്യുക. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചയക്കണം. അവരും അത് തന്നെയാണ് പറയുന്നത്. അതിന് ഇപ്പോൾ ക്വാളിറ്റി ഒക്കെ നോക്കുക, ക്യാമറയൊക്കെ ആണെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല. ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ സൈക്കിൾ കൗണ്ട് വരുന്നത് 16 ആണ്, ബാറ്ററി പെർസെൻറ്റേജ് 100 ആണ്. സോ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ഫോണുള്ള സാധനങ്ങളൊക്കെ ജെന്യുവൻ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ ചെക്കാനായിട്ട് നമുക്ക് ഒരുപാട് സൈറ്റുകളുണ്ട്. റിവ്യൂ ടൂൾസ് എന്ന് പറയുന്ന ടൂൾ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫേക്ക് ഉണ്ടോ എന്ന് വരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതുപോലെ ഈ ഫോൺ ജെന്യുവൻ ആണോ എന്നൊക്കെ ആപ്പിളിൻ്റെ സൈറ്റിൽ തന്നെ പോയിട്ട് IMEI നമ്പറൊക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചൊരു ഫോണാണ്. പിന്നെ 1.5 ലക്ഷം രൂപ കൊടുത്ത് പുതിയ ഫോൺ മേടിക്കാനുള്ള എനിക്കത് താല്പര്യമില്ല. ഇത്രയും നല്ല ഫോൺ നമുക്ക് ഇത്രയും വില കുറച്ചൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അത്രയും എമൗണ്ട് കളയാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ്. എനിവേ ഒവാൻറ്റിക്ക സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മേടിക്കാൻ മടിയുള്ളവർക്ക് ഡയറക്റ്റ് ആ വെബ്സൈറ്റിൽ പോയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. ഒരുപാട് നല്ല റിവ്യൂസ് ഒക്കെ ഉള്ള വെബ്സൈറ്റ് ആണ്. റീഫർബിഷ്ഡ് ഫോൺ കൊടുക്കുന്ന ഒരുപാട് വേറെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. സഹി വാല്യൂ, ക്യാഷിഫൈ, വേറെ ഒരുപാട് ബാക്ക് തോന്നിയത് 7 days റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് കസ്റ്റമർ സപ്പോർട്ടിന്റെ നമ്പറൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഇവർ പെട്ടെന്ന് വിളിച്ചാൽ കിട്ടാറുണ്ട്. ഇവൻ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ബുക്ക് ചെയ്താൽ പോലും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഡിലേ ആവാറുണ്ട്. ബുക്ക് ചെയ്തിട്ട് പൈസ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും അവർ റെസ്പോൺസ് ചെയ്യാനായിട്ട് കുറച്ച് ചെറിയൊരു ഡിലേ വന്നായിരുന്നു. വൺസ് അവർ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ഓർഡേഴ്സ് അവർക്ക് വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഡിലേ മാത്രമാണ്. പക്ഷേ എന്താണെങ്കിലും ഈ 7 days റീപ്ലേസ്മെൻറ്റ് അതുപോലെ വാറണ്ടി എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വാങ്ങിച്ചിരിക്കുക. നിന്റെ മുഖത്ത് തന്നെ താടാ വവ്വാല് പറന്ന് വന്നിരിക്കുവാണോ? താടിയാണോ ഇത്? വവ്വാൽ അടയിരിക്കാൻ തോന്നുന്നു എന്റെ മുഖത്ത്. ഷാജിപ്പാപ്പൻ, ആനപ്പാപ്പൻ, പൊടി പറക്കുന്ന ഭാഗ്യം പൂരമെങ്കിലും അവൻ കറക്റ്റായിട്ട് പറഞ്ഞല്ല. അതെങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞതിനും നന്ദി. ഒരു പടം ഇറങ്ങുമ്പോൾ ഓരോ പടം ഇറങ്ങുമ്പോഴേക്ക് വധൂരി വരും. ഇവന്റെ പുതിയൊരു സാധനം ഇറങ്ങിയത് ഏക്ക് ഭയങ്കര സീനാട്ടോ. And the winner of the best Varnam actor award is AJP. ബെസ്റ്റ് വാണം ആക്ടർ, ബെസ്റ്റ് വാണം അവാർഡ് കിട്ടിയേക്കുന്ന വ്യക്തിയാണ് AJP. എനിക്ക് എൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ APJ അബ്ദുൽ കലാം ഉണ്ടല്ലോ. ഇപ്പൊ ഈ APJയും AJPയും തമ്മിലൊരു ചെറിയൊരു തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ആ മഹാനായ വ്യക്തിയുടെ പേര് പോലും ഈ കാലം കാരണം ഇല്ലാണ്ടായനെ. 4 വരി പാട്ടിൽ 1000 തെറ്റുകൾ. ഇത് കാണുന്ന ഷാജിയേട്ടന്റെ അവസ്ഥ എന്നാ ഒരു തൊലിക്കെട്ടിയാണ് അതിന്റെ. உள்ளத்தை நான் சொல்லவா മവദാനി സാരി മഗാ മേളിൽ കൂടി എന്താ പറഞ്ഞൊക്കെ പോണത്? ഇതൊക്കെ ഈ ചേച്ചി തന്നെ ചേച്ചി. കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചേക്കാന്നോ ചേച്ചി? പേടിച്ചിട്ടാ. വേദി 1 വളരെ നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെച്ച എന്താണ്ടോ ഇതെന്ത് പേരാണ് ഇവറ്റവളുടെയൊക്കെ. എന്തെങ്കിലും ആവട്ടെ, എന്താണെങ്കിലും ആഭരണങ്ങൾ മൊത്തം ഉണ്ട്. ആനച്ചന്തം പോലെ കൊള്ളായിരുന്നു ചേച്ചി. ഇനി ഇതുപോലത്തെ ഇനിയും വേണം കേട്ടോ, നല്ലതായിരുന്നു. അടുത്ത് നോക്കട്ടെ. അല്ല നാറികളെ, നിങ്ങളോട് പലവട്ടം ഞാൻ പറയുന്നത്, ഞാൻ കുണ്ടനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിമികളി ഉണ്ടോ? നിങ്ങൾ നല്ല അണ്ടികളാണോ? ഹെഡ്സെറ്റ് വെച്ച് വീഡിയോ കാണുമെന്ന് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? പിന്നെ നിങ്ങളെ പണി നോക്കിയാൽ പോരെ? 18 വയസ്സായുള്ളവർ വീഡിയോ കാണാതിരിക്കുക, ഫാമിലി ആയിട്ട് വീഡിയോ കാണുന്നവർ കുനിഞ്ഞിരിക്കുക. നിങ്ങൾ ഞാൻ മറ്റേതാണ് മറിച്ചാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണോ? ശില്പായതാടോ? നിങ്ങൾക്ക് വേണോ? കമന്റ് ഒക്കെ ഇടുന്നത്. നിങ്ങൾ നല്ല ഡീസന്റ് അണ്ടികളാണല്ലോ. അപ്പൊ അണ്ടി മൂടിക്കൊണ്ട് പോ. പാവം, ഞാൻ ഒന്നും അറിയാതെ തെറി മുഴുവൻ കേട്ടു. വിഷമമുണ്ട്. അടിയിൽ ഷെഡിട്ട് നടക്കുന്നില്ലേ? അപ്പൊ അത് മറച്ചോണ്ട് നടക്കുന്നില്ലേ? ആ കാര്യം നോക്കിയാൽ മതി. ഞാൻ കുണ്ടനാണ്, ഞാൻ മറ്റേതാണ് മറിച്ചാണെന്ന് പറയും. എന്റെ പിന്നെ നാളെ കിടന്ന ആവശ്യമില്ല.
നിങ്ങൾ അണ്ടി ചൊറിയുന്നുണ്ടെങ്കിൽ പോയി കണ്ട പെണ്ണുങ്ങളോട് പോയി കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ കുളിച്ചിട്ട് കാര്യം നേരുകളെ മക്കളെ. എന്ത് ചേച്ചി പ്രശ്നം? എന്തിനാ നാറുകളെ എന്റെ വായന വല്ലത് കേൾക്കുന്നേ കൺട്രോളുകളെ. ആരാ എത്ര വലിയ ഹോയ് വിട്ടത്? പറയാം നിങ്ങളാ. രാജമമ്പലം തന്നെ കടിച്ച് കൊല്ലണം നിങ്ങളൊക്കെ പണ്ടാര കാലം. പക്ഷേ നാണമല്ലേ നിങ്ങൾക്ക് എന്റെ പിന്നാലെ ഇങ്ങനെ വരാൻ? അറുപക്കട നാറികൾ പട്ടിക്കയ്യേറികൾ. ഞാൻ ഏതാണ് നിങ്ങൾക്ക് എന്താ? നിങ്ങൾ ചെലവിലല്ലോ ഞാൻ ജീവിക്കുന്നത് ആണോ? നിങ്ങളാണോ എനിക്ക് ചെലവ് തരുന്നത്? മാസം പൈസ തരുന്നത് എന്നാ കൊണ്ടായിരം മാസം അല്ല പിന്നെ ഓരോരുത്തർ എന്തിനാ തലവേനാക്കുന്നത്? ദൈവമേ നാരായണ, ഇതൊക്കെ നശിച്ചു പോണം ഒരു കാരണവശാലും. കുറച്ച് തെറി കേട്ടപ്പോ എന്തൊരു എനർജി എനിക്ക്. അടുത്താണട്ടെ. നമുക്കൊരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. അതാ നല്ലത്. എന്തിനാണ് ജീവിക്കണത് ഈ അവസ്ഥയില്? കാരണം ഞാനൊരു ഗായകനായതുകൊണ്ട്. അതെന്താ? മറ്റേ മ്യൂസിക് ഹറാമായതുകൊണ്ടാ? നിന്റെ വീട്ടുകാർ അതിന് സമ്മതിക്കില്ല. എന്തു ചെയ്യാം? എന്തെങ്കിലും ചെയ്യടാ നീക്ക. നമുക്ക് പിരിയാം. നന്നായി. എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ല. പുളിച്ച മൂല പോലെയായി. പിരിയാൻ പറ്റത്തില്ലേ? പിരിയാനാണെങ്കിൽ നമ്മൾ എന്തിനാ സ്നേഹിച്ചത്? പിരി. നിനക്ക് എന്നെ മറക്കാൻ കഴിയോ? ഈ മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറി ഷൂട്ട് ചെയ്ത ആരാടാ അല്ല എനിക്ക് അറിയാൻ പാടത്തോണ്ടിരിക്കുക. എന്നാ ക്യാമറ ആണെന്നൊക്കെ നോക്കണേ. നിനക്ക് എന്നെ മറക്കാൻ കഴിയോന്ന്? എന്റെ പാട്ടൊന്ന് കേൾക്കട്ടെ. നിന്നെ മറക്കാൻ കഴിയില്ല വാവേ, വെറുതെ അല്ല അവള് പിരിയാന്ന് പറഞ്ഞത്. നിന്നെ പിരിയണോ നല്ലത്. നിന്നെ മറന്നാൽ മൂട് ഫുള്ള് മൂട് കണ്ണ് മൊത്തം മൂടി വായ മൂടി ശ്വാസം മൂടി ചാവട്ടെ. ഞാനില്ല പൂവേ. ജന്മത്തിൽ പെണ്ണ് കെട്ടത്തില്ലടാ നിനക്ക് ഇങ്ങനത്തെ പാട്ടൊക്കെ പഠിക്കാൻ. വാവ എന്നൊക്കെ എന്റെ വാവച്ച് കരയിപ്പിക്കില്ലേ? നിന്നെ പിരിയാൻ ദൈവമേ നാരായണ, ഇതൊക്കെ നശിച്ചു പോണം ഒരു കാരണവശാലും. പറയല്ലേ മോളെ, എന്റെ ചുക്കാമനടാ ചായ പാട്ട് കേട്ടിട്ട്. നിന്നെ പിരിഞ്ഞാൽ ഞാനില്ല മണ്ണിൽ. ഇനി എന്തെങ്കിലും വരാത്ത ഉണ്ടോ നോക്കട്ടെ. അടുത്തത് കാണട്ടെ. I am AJP. So nowadays we know about we don't get LPG gas cylinders, which is very cruel situations. എന്നാ കൂറ സിറ്റുവേഷൻസ്? Very cruel situations. വെരി കൂറ സിറ്റുവേഷൻസ്. Very cruel situations. AJP LPG യെ പറ്റി സംസാരിക്കുന്നു. And we find out the gas. LPG ഗ്യാസ് തീർന്നതിന് AJP സംസാരിക്കുന്നു. AJP പ്ലസ് LGP LG. Normal situations. ആരാടെ ഈ കമന്റ്? അറിയാവുന്ന ഇംഗ്ലീഷ് കൂടെ മറന്നുപോയി സത്യം. AJP വാക്കുകൾ ഇങ്ങനെയാ. AJP. I am AJP. So nowadays we know about we don't get LPG gas cylinders with very poor situations and we find out the gas and we cook in normal situations. Cook in normal situations. Very cruel situations. കൂറ സിറ്റുവേഷൻ പോലും. ഇവനൊക്കെ ആരാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് ഇരുത്തത്? ഇതിനൊക്കെ 10ാം ക്ലാസ് ഒരു പാസ്സായിട്ടുണ്ടാകത്തില്ല. 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ്. ഈ പേപ്പറിൽ എനിക്ക് 3Cയും 2 C+ ഉണ്ട്. അതായത് 5 പ്രാവശ്യം C എന്ന ഗ്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് സ്കൂൾ അതോറിറ്റീസ് പറയുന്നത് ലുക്ക് അവർ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്കൂൾ അതോറിറ്റീസിലാണ് ടീച്ചേഴ്സൊക്കെ അപ്പോൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ അവർ മൈൻഡ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നതുള്ളതാണ് ഇങ്ങനെ ഒരു ഗ്രേഡ് വന്നത്. ഏറ്റവും നന്നായി മൈൻഡ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ആ സമയത്ത് അവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു? ഒരു 1000 കുട്ടികളെങ്കിലും ആ സ്കൂളിൽ അപ്പോൾ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ച ഇയറിൽ 1000 കുട്ടികളോളം പഠിക്കുന്നുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഉണ്ടാവും അറിയില്ല, അല്ലെ കുറവായിരിക്കും. ഒന്നാമത് എനിക്ക് മെന്റലാണെന്നാണ് ആൾക്കാർ പറയുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടി ആയിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ പഠിച്ച് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് ഇത്, പാസ്സായ രീതിയിൽ. അപ്പോൾ അത്രയും പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ജനസംഖ്യ, അതായത് മെമ്പേഴ്സ് ഒരുപാടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ശരിക്കും മോളുടെ പ്രശ്നം എന്താ എടുക്കുന്നതെന്ന് പറയുന്നത് ഷൈ ആ സ്കൂളിൽ അപ്പിയർ ചെയ്യാനുള്ള ഷൈ എല്ലാം ഓവർകം ചെയ്ത് എല്ലാം പെർഫോം ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുത്ത് അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്.
ഞാനും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് CBSE ഹയർ സ്റ്റഡീസിന് കോൺഫിഡൻറ്റ് ഓഫർ വന്നത്. അങ്ങനെ ഞാൻ MBBS കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് അപ്ലിക്കേഷനിൽ ജുഡീഷ്യറി ജഡ്ജായി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഗ്ലോബലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് എടുത്ത് ഗുജറാത്തിൽ പോയത്. അയ്യോ, എന്നിട്ട് വേണം 5 സെന്റ് സ്ഥലം അവിടെ വാങ്ങുന്ന ഒരു സ്കൂൾ, ഒരു ഹോസ്പിറ്റൽ നടന്നത്. ഇതാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ ആഗ്രഹം. അങ്ങനെ കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണിത്. എന്നാൽ ആ സ്കൂളിൽ തന്നെ +1 +2 ഉള്ളത്. ഒരു അലോട്ട്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് അതോറിറ്റീസിനെ കണ്ട് അലോട്ട്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിപ്പോ മറ്റേ ഹരിശ്രേഷവൻ ചോദിക്കണവരാ. കാര്യം ഞാൻ ഇത്രയും പ്രശ്നമുള്ള ഗാദേഴ്സുള്ള സ്കൂളിലാണ് പഠിച്ചത് എന്നൊക്കെ ഓർത്ത് പഠനത്തിൽ ഞാൻ സ്മാർട്ടായിരിക്കാം, എന്നാലും പല സിറ്റുവേഷൻ വേണ്ടി. ആരാടാ ഈ കൊച്ചിനൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തേ? നീയാണ് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തേ? എടാ, ഓസ്കാർ പെർഫോമൻസ് ആണല്ലോ നീ കാഴ്ച വെക്കുന്നത്. എന്നെ തൊലിഞ്ഞ അഭിനയാടാ ഇത്. ഓ, അവൻ തന്നെ ഇല്ലാണ്ടായത് കേട്ടു. ഇപ്പോഴാണ് ശരിക്കും അവൻ ഓക്സിജൻ സിലിണ്ടർ കൊടുക്കണമെന്ന് തോന്നുന്നു. ഇവൻ എന്ത് പ്രശ്നം ഉണ്ടായാലും പേടിക്കണ്ട, ഇവൻ തന്നെ ഇവന്റെ ഓപ്പറേഷൻ മൊത്തം ചെയ്യും. കഴിഞ്ഞ ഇത് കാണുമ്പോൾ എനിക്ക് സിദ്ദിഖിന് ഓർമ്മ വരും. കറക്റ്റല്ലേ? എന്താണോ പറ്റിയത്? ഇത് കഴിഞ്ഞില്ലേ? ഓ, എല്ലാം ഉണ്ടല്ലോ, അത് കൊള്ളാം. എന്തോ കാര്യമായ ഒരു കുഴപ്പമുണ്ട്. അടുത്ത് നോക്കട്ടെ. കോഴി വരെ കൂവിയടാ. തപാൽ മാർഗം പഠിച്ചതാണോ? സ്റ്റെപ്പ് കണ്ടിട്ട് കരാട്ടെ ഇലാസ്റ്റിക് ബെൽറ്റ് നല്ല ഈമാനുള്ള ജാക്കി ചാൻ. മോളിത് ഓൺലൈനായിട്ട് പഠിച്ചതാണോ? ഇത് മറ്റേ പ്രജൂൺ മാഷിന്റെ കുടുംബത്തിലുള്ള ആരൊക്കെയാണെന്ന് തോന്നുന്നു. പ്രജൂൺ മാഷ് അതൊക്കെ മേലെയാണ് കേട്ടത്. അടുത്ത മാഷ് ചെയ്യാൻ പോണത് പൂഴിക്കടകൻ. തൊലിക്കടകൻ. ഈ പൂഴിവാടി അറിയുന്നതാണോ പൂഴിക്കടകൻ? ആദ്യം എന്തോ വാടി അറിഞ്ഞായിരുന്നു, ഇനി അതാണോ പൂഴി? ഹലോ, ചെക്ക്. ഇയാളെന്താ ചെസ്സാണ് കളിക്കുന്നത്? ചെക്കൊക്കെ പറയാൻ. ചെക്കാ പോയി വല്ല ചെസ്സും കളിക്കും. അച്ഛന്നൊക്കെ വിളിക്കണ ഇയാള്. തൃശ്ശൂരാനായി പോയി, വേറൊരു ഗതിയില്ല. പ്രോത്സാഹനം കൊടുക്കുക തന്നെ. ഞെണ്ടിനെ പിടിച്ച് ബക്കറ്റ് ഇട്ടാ ഇതുപോലെയാണ്. അച്ഛന്നല്ലേ മാഷ് വിളിക്കുന്നേ? അച്ഛന്നാ? ടെറസിൽ കയറിയിട്ട് പൂഴിക്കടകാണെന്ന്. ഇത് കടകാൻ. ഹലോ, ചെക്ക്. ഹലോ, മൈക്ക് ചെക്ക്. പുതിയ മൈക്കാണല്ലോ, എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റി? എന്തെല്ലാം അവരാതും കാണോടാ നമ്മളൊരു ദിവസം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ. ദേ പോണടുത്തത്. ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്ന കാർത്തി. എന്നതാടാ ബൈക്കിൽ സർവേക്കല്ലോ. കാര്യം എന്തോ ആവട്ടെ, ഫിറ്റ്നസ് അത് കറക്റ്റാണ്. ആ പറഞ്ഞതിനാണ് 100% യോജിക്കുന്നത്. നല്ല ബോഡി നോക്കി പുള്ളി ഭയങ്കര മാസമായിട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് കോമഡി ആയിട്ടേ തോന്നുള്ളൂ, സ്വാഭാവികം. ഇവിടെ കൊണടിക്കുന്നവന്മാർ 60ാമത്തെ വയസ്സിൽ എണീറ്റ് നിൽക്കുമെന്ന് പോലും അറിയില്ല. സത്യം. പുള്ളി ഭയങ്കര വെയിറ്റ് ഒക്കെ ഇട്ടാണ് പോകുന്നത്. കക്കൂസിലേക്കാ പോകുന്നതെന്ന് തോന്നുന്നു. ഇലക്ട്രിക് ബൈക്കാണോ? ഷോക്ക് അടിച്ചതുപോലെ തോന്നി. ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്ന കാർത്തി. കണ്ടാറോളി കാർത്തി. ഇറച്ചിക്കടയല്ലേ പോയോന്നൊക്കെ. എന്താണോ ഇത്? അയാളുണ്ടാക്കിയ ബോഡി നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് ഓടിക്കുന്ന കപ്പൽ ഓടിക്കുന്ന ഫീൽ ഉണ്ടോ? ആ പരസ്യം നിങ്ങൾക്ക് മനസ്സിലായോ? രജിബിയുടെ സൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടിമുഴക്കം പോലെയാ. എന്റെ അട്രാക്ഷൻ പോയിന്റ് ഇതാണ്. ടാങ്ക് മസ്കുലർ ആണ്, വണ്ടി സ്റ്റൈലിഷ് ആണ്. വിക്രാന്ത് ബൈക്കിന്റെ പരസ്യം അങ്ങനെയായിരുന്നു. കപ്പൽ ഓടിക്കുന്ന ഫീലാണ് ഈ ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നത്. റോഡിലൂടെ ഇത് ഓടിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു ഷിപ്പാണ് ഓടിക്കുന്നതെന്ന് കരുതി ആളുകളെല്ലാം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതാന്ന് തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തവൻ
ഇവൻ അടുത്ത പാട്ട് പാടുന്നതിന് മുമ്പ് ഇവൻ പാട്ടില്ല, പുതിയ പരിപാടി തുടങ്ങി കേട്ടോ. പണ്ടത്തെ മറ്റേ 2015 കണ്ടുവന്ന സാധനം. ഗംഗ ഏട്ടാ കല്യാണത്തിന് എന്താ പറയുന്നത്? എല്ലാവരും ഏട്ടനെ തിരക്കി. ഏട്ടനെ ആരാ തിരക്കിയത്? അച്ഛൻ. ഗംഗ എൻ്റെ കസിൻസ് ചേട്ടനോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ഏട്ടാ പിന്നെ തനിക്ക് മൂക്കുത്തി തൊട്ട് ചേരുന്നില്ല കേട്ടോ, അത് ഇല്ലാത്തതാണ് ഭംഗി. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല അവരതൊക്കെ കാണുന്നതിനാണ് ഞാൻ. ഏതാ നോക്കട്ടെ. താമരക്കുരുവിക്ക് നിക്കറിട്, ഷർട്ട് ഇട്, തട്ടയിട്, ഫറുത ഇട്. കമന്റ് ബോക്സ് മൊത്തം സീൻ. അമ്പലപ്പുഴ കണ്ണനോട് നീ, അമ്പലപ്പുഴ ഉസ്മാൻ, അമ്പലപ്പുഴ സുലൈമാൻ, അമ്പലപ്പുഴ. ടോമിന്റെ കൂടെ ഉള്ളത് ആര്? അരി, പൊരി, പറി, ജെറി. അമ്മമ്മക്കള് കടയാടി, അമ്മമ്മക്കള് പോലെ. കമ്മിറ്റഡ് ആണോ? 3 ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകും. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കന. എൻ്റെ കലണ്ടർ അവിടെ 2013. അപ്പൊ കറക്റ്റാ. ഓഫ് 4 വര കൂടി ഇടാൻ പാടില്ലാ. പിരികത്തെ 2 വര, ഇവിടെ 1 വര, ഇവിടെ 2 വര, മീശയിൽ ഒരു 10 വര ഇടാൻ പാടില്ലായിരുന്നു. സീബ്ര ക്രോസിങ് ആയനെ. ചെവിയിലെന്നതാടാ പരുന്താ, എക്സ്റ്റസി. ഓഫ് ബുക്ക് മേടിക്കണ കാരണം ഇവന്മാരെല്ലാം കമന്റ് ഓഫ് ആക്കി വെച്ചേക്കാൻ തോന്നും. അവന്റെ തലച്ചോറ് പറയുന്നതല്ല അവന്റെ ശരീരം ചെയ്യുന്നത്. നീ എന്നാ ഇളക്കി കഴിഞ്ഞെങ്കിൽ ഇപ്പൊ കക്കൂസിരിക്കും. മനസ്സ് വിചാരിക്കുന്നിടത്ത് എനിക്കിത് കാണുമ്പോൾ ആസിയിൽ ഓർമ്മ വരുക. കണ്ട മൊത്തം അവനെ ഇളക്കി മറിച്ചിട്ടുണ്ട്. ഇനി നീ ഞാറുന്നട അവിടെ. ഇത് എന്നാത്ത ആട്ടം. എന്താ ബ്രോ തലച്ചോറ് പറയുന്നത് ചിലപ്പോൾ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ളത് പോലെ. ചാടയിലേക്ക് ഒരു ഹായ് തരുമെന്നൊക്കെ. അവൻ്റെ പാൻറ്റിൽ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ബില്ലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തെല്ലാം കാണണമല്ലോ നമ്മള്. അടുത്തവിടെ ആദ്യ ബോൾ ഞാൻ കണ്ടില്ലേ, അടുത്ത ബോൾ നീ കാണില്ല. ഇങ്ങനെ പോയ മാഷിന് 2 ബോളും കാണത്തില്ല. അടുത്ത ബോൾ നീ കാണില്ല. മാഷ ഇത് ലാസ്റ്റ് ബോളായിരുന്നു. ഈ പുള്ളി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്താലും ബെൽറ്റ് അവിടെ കാണും. ബാറ്റിന് സപ്പോർട്ടിലാണ് നിൽക്കണേ. ആദ്യ ബോൾ ഞാൻ കണ്ടില്ലേ. എനിക്ക് ഈ ബാറ്റില്ലെങ്കിൽ പുള്ളി മറിഞ്ഞ് വീഴുമെന്ന് തോന്നുന്നു. ഇയാൾ എന്താണ് ഇങ്ങനെ ബെൽറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നത്? അടുത്ത ബോൾ നീ കാണില്ല. ആദ്യം ആ പോയ ബോൾ തപ്പെടുക്കാൻ നോക്ക്. എന്താ അറിയാമോ, എന്റെ ഫീൽഡിൽ ഇങ്ങനത്തെ കുറെ അപരാധമൊക്കെ വരുന്നു. കറക്റ്റ് രജനീകാന്തിനെ പോലെ ഇരിപ്പുണ്ടല്ലേ അവൻ. രജനീകാന്തിന്റെ മോനാന്ന് തോന്നുന്നു. ഇതെന്താടാ നമ്മൾ കുറച്ച് മുമ്പ് ഒരു സീബ്രാലയനെ കാണിച്ചു തന്നില്ലേ? ഇത് നോക്കിക്കേ. ഇതെന്നാടാ പുള്ളിപ്പുലി ആട്ടിൻ കുട്ടിയാ. എന്റെ മുഖത്ത് കൃഷി ഇറക്കാൻ പോകാൻ തോന്നുന്നു. ട്രക്കൊക്കെ കയറി മാന്തിട്ടുണ്ട്. എന്റെ മീശ വന്ന് ജോയിന്റ് ആണെന്ന് നോക്കിക്കേ. തൊട്ടിയും കയറൊക്കെ ഉണ്ട് അതിനകത്ത്. എടുത്ത് കിണറ്റില്ലാന്ന് തോന്നുന്നുണ്ട്. ദുബായ് റോഡാണ്, റൗണ്ട് ബോട്ടൊക്കെ ഉണ്ടല്ലോ. ആരും തെറ്റിരിക്കണ്ട, കണ്ണീർ ഒലിച്ചു പോകാൻ വേണ്ടി ചാല് കെട്ടിയതാ. കമന്റ് നോക്കാൻ വന്നവർ കസേരയിലിരിക്കുക, ക്യൂ വലിക്കുക. പ്ലസ് പ്ലീസിനാണോ പ്ലസ് എന്ന് പറഞ്ഞേക്കുന്നത്? പൂച്ചകളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കണം. ഏതോ ഗൂഗിൾ മാപ്പാ. എനിക്ക് തോന്നുന്നു പാലക്കാട് വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഏതോ റോഡ് മാപ്പാണ് വരച്ചു വെച്ചേക്കണത്. ഇവിടെ എന്താണ്? എലയാ? ഓ ഒഴുകിപ്പോ കൊണ്ടുപോ. അവിടെ ചത്തില്ലേ നിങ്ങളൊന്നും എന്നതാടാ. അണ്ണാ ഇവിടെ ഞങ്ങളുടെ കുറച്ച് മെറ്റൽ ഇറക്കിയിട്ടുണ്ട് റോട്ടിൽ. അവിടെ വന്നു ഇവന്റെ അല്ലല്ല ഇവന്റെ തലയിലല്ലതാ. ബാർബർ ഷോപ്പുകാരനൊരു 3000 രൂപയുടെ പണി എടുത്തിട്ടുണ്ട്. ഇത് ചെയ്ത് കൊടുത്ത ബാർബർ ഷോപ്പുകാരൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? പുലി അല്ലേ അമ്മച്ചി. റോഡ് റോളർ കയറിയ പോലെ ആയല്ലോ. ചാന്ത് കുഴച്ചൊരു തടിയെന്നെഞ്ച് അല്ലേ. ആദ്യം ഒന്ന് തരാം ഇപ്പൊ. അല്ലേ ആദ്യം ഒന്ന് തരാം. എടാ ഇപ്പൊ കരയിലേക്കൊന്നും പോകണ്ട, PWD വർക്ക് നടക്കുന്നുണ്ട്. ആദ്യം ഒന്ന് തരാം, മറ്റേ തിരയോടെ അങ്ങോട്ട് പോകണ്ട, അവിടെ 2 കുഴപ്പമുണ്ട്. ഞാൻ എല്ലാ മാസം മുടങ്ങാണ്ട് നെറ്റ് റീചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ അവരതൊക്കെ കാണാൻ വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ
सबसे पहले तुम ये वाली वीडियो देखो। अब ये क्या बोलेंगे मुझे? क्या बोलेंगे? जोर से बोलो सर। Hands up! सो ये एक टीचर है जो कि शायद स्कूल वगैरह में सेल्फ डिफेंस सिखा रहे हैं बच्चों को, ठीक है। तो इनकी वीडियो के जो सबसे टॉप पर जो कमेंट है ना भाई, 1 लाख से ऊपर इस पे लाइक्स है। ये कमेंट में बंदे ने ഗൺ ലേലി ഗാൻ ദേദി गंदेली गांड दे दी। തോക്ക് തന്നിട്ട് കുണ്ടി എടുത്തിട്ട് തോക്ക് തന്നോളാൻ. ഒരു 2 പെണ്ണുങ്ങളും ഒരാളെ കണ്ട് വീണിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആരായിരിക്കും? ഇവനെ കണ്ടിട്ടാണ് അവര് വീണത്. ഇത് എഡിറ്റ് ചെയ്ത് ഇവൻ തന്നെ കേട്ടോ, അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ ശരിക്കും വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കത്ത് വരില്ല. മോന്താ കണ്ടാ അറിയാം ആണാണെന്ന്. അങ്ങനെയൊന്നും പറയില്ല. അതൊക്കെ എന്താണ് ബോഡി ഷെയ്മിങ് ആണ്. അതൊക്കെ കണ്ണാപ്പികളിലൊക്കെ തിരിച്ചു വരാൻ തോന്നുന്നു കേട്ടോ. പല ആളുകളും ചോദിക്കുന്ന ഷോർട്ട് ഫിലിം റിയാക്ഷൻ ചെയ്യുന്നില്ലേ, സീരിയൽ റിയാക്ഷൻ ചെയ്യുന്നില്ലേ, ഷോർട്ട് ഫിലിംസ് ഒക്കെ കിട്ടിയിട്ട് നല്ല ക്രിഞ്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ കിട്ടുന്നില്ല. ഞാൻ റിയാക്ട് ചെയ്ത് തമിഴ്നാട്ടിലെത്തിയ പണ്ടാർ. പൂച്ച പെറ്റുണ്ടായതാണോ? പുലിക്കും പൂച്ചയ്ക്കും കൂടി പെറ്റുണ്ടായതാണോ? കാണുന്ന സൂര്യ, ഇത് കാണുന്ന വിജയുടെ അവസ്ഥ എന്ന് ആലോചിക്കുക നിങ്ങള്. പുള്ളി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചാൽ കേട്ടത് കണ്ടിട്ട്. നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകണം, അതായിരിക്കും നല്ലതല്ലേ. തോൽവികൾക്ക് ശേഷം വിജയം വരുമ്പോ ഒരു ഫീൽ ഇല്ലേ, ആ ഫീല് ഞാൻ എഴുതിയ ട്രാക്കാണ്. ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ചെയ്യും. കൂട്ടത്തിൽ കൂട്ടില്ല നീയൊക്കെ എന്നെ നോവിച്ച് വിടാൻ നോക്കിയത് അന്നേ, കാര്യം വിളിച്ചില്ല നിന്നെ അങ്ങുന്നേ, ഇന്നെന്റെ സിറുകളിൽ ഊർജം എത്തുന്നേ, കാതില് പൊട്ടുന്ന പൊട്ടാസം പടക്കം, പാട്ടില് പൊട്ടാസ്യം വിറ്റാമിൻസ് അടക്കം, ഹേറ്റേഴ്സിൻ മുഖത്ത് വിളർച്ച നടുക്കം, പോഷകം ഉണ്ടാക്കി തരും ഞാൻ തുടക്കം, കണ്ടില്ലേ പിന്നീന്ന് വന്നത് ഞാനാ പിന്നിലെ സൂര്യന്റെ ചന്ദ്രൻ, മുട്ടില്ല മുന്നുടയാല വിട്ടല്ലോ നീയൊക്കെ അന്തം, കണ്ടില്ലേ പിന്നീന്ന് വന്നത് ഞാനാ പിന്നിലെ സൂര്യന്റെ ചന്ദ്രൻ, ഞാന നടക്കും ഞാൻ മന്ദം മന്ദം ഒറ്റയൻ. എന്റെ മോനെ വിഷയം തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ച പോലെ ക്രിഞ്ച് സാധനമായിരിക്കും. എന്തുവാ ഇത്? ഉറുമ്പ്. തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു നല്ല ക്രിഞ്ച് സാധനമായിരിക്കും ഞാൻ വിചാരിച്ചേ. തോൽവികൾക്ക് ശേഷം വിജയം വരുമ്പോ ഒരു ഫീൽ ഇല്ലേ, വിഷയം സാധനം ഒരു രക്ഷയില്ല. വരികളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എന്താണ് ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ക്വാളിറ്റി, ഈസി EMI, ഗ്രേറ്റ് പ്രൈസ്, ക്യാഷ് ഓൺ ഡെലിവറി. സോ ഇതെല്ലാം ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടും. ഗുഡ് കണ്ടീഷനോ സൂപ്പർ ബോക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല അധികം സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത നല്ല ഫോൺ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.